എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഈ താരോത്സവത്തിലെ എല്ലാ കണ്ടസ്റ്റന്റിനും പ്രിയപ്പെട്ട ജഡ്ജസിനും എൻ്റെ വക ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ പറയാൻ വൈകിട്ട് എന്താണ് അവിടെ ഒരു എരുമ കരയുന്ന ശബ്ദം? എരുമയല്ല, ക്യാപ്റ്റൻ പവാറിൽ കൂടെ വന്ന മൻസൂർ അലിഖാൻ. ഏത് അലിഖാനാണെങ്കിലും ഇങ്ങോട്ട് വരാം. ഇവനേതോ ഊളം പറയുന്നു വന്നാണെന്ന് തോന്നുന്നു. ഊളം പറയുന്ന ഞാനല്ല വന്നത്, നീതാണ്. തടിയെ വെട്ടിന ഷർട്ട്, മുടിയെ വെട്ടിന മുട്ട്. കൂപ്പിടാവോ മാമേ? ഇടേ പയ്യൻ, നീ ഒന്ന് മാത്രം മനസ്സിലാക്ക. ഇവിടെ നേരത്തെ വന്നവന്മാരെല്ലാം കളരിയുടെയും കരാട്ടയുടെയും എല്ലാം കൈകാരി തെറിഞ്ഞു. ഇനി നീ അറിയാൻ പോകുന്നത് കളരിയും കരാട്ടയും മാത്രമല്ല, കണ്ടം പറയും ഉണ്ടാവും. പിന്നെ നീ വെറും ഒരു മയം മാത്രം. അയ്യോ, എനിക്ക് മയം தெரியாது, എന്നെ കാപ്പാറ്റുക. അങ്ങനെ മൊത്തം കീടങ്ങൾ പോയ സ്ഥിതിക്ക് ഇനി എൻ്റെ ഇളയ പെങ്ങൾ ബീനമോൾ നിങ്ങൾക്കായി ഒരു ചെറിയ മോണോ ആക്ട് വരികയാണ്. എൻ്റെ ബീനമോളെ, നിനക്ക് വേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ കുഞ്ഞു പെങ്ങൾ വളരെ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ആരും ദയവ് ചെയ്ത് അവളെ കൂവരുത്. മോൾ മോണാക്ട് കളിച്ചോളൂ, ചേട്ടൻ പുറകിലുണ്ട്. സൂര്യനെല്ലിയും കിളിരൂരും വിതുരയുമെല്ലാം പീഡന കഥകളായി അന്നും ഇന്നും നമ്മുടെ സമൂഹം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആഘോഷങ്ങൾക്ക് പിന്നിലെ കണ്ണുനീരിനെ നാം ആരും പരിഗണിക്കുന്നില്ല. ജന്മം നൽകിയ മാതാപിതാക്കളുടെ നൊമ്പരം ഒരു ദുരന്ത പർവമായി മാറുകയാണ്. മതിയേ മതിയേ എനിക്ക് ഈ ജീവിതം. ഓരോരുത്തരുടെ നോട്ടം കാണുമ്പോൾ, അർത്ഥം വെച്ചുള്ള സംസാരം കേൾക്കുമ്പോൾ എനിക്ക് വയ്യ പോട്ട, എനിക്ക് വയ്യ, എനിക്കിനി ഒന്നിനും വയ്യ. ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ച എല്ലാം തീർന്നില്ല ജാനകി. നമുക്കിത് അവസാനിപ്പിക്കാം. ബുദ്ധി ഉറയ്ക്കാത്ത നമ്മുടെ മോള് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അതിനു മുമ്പ് നമുക്കത് ചെയ്യണം. നിനക്കതിനുള്ള ധൈര്യമില്ലേ? ജന്മം നൽകിയ കൈകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മോളെ രുക്മിണി, അപ്പുറത്തെ വീട്ടില് നാനത്തുള്ള പയ്യ ഓതാൻ പാടില്ല, താകാൻ പാടില്ല, വയറ്റില് കുഞ്ഞു ആവിണ്ടെന്ന്. അമ്മ, എന്റെ വയറ്റില് ശരിക്കും വാവിന്തമ്മ. എന്റെ പൊന്നുമോള് അമ്മത പാത്ത് തോണി തളുപ്പ് താലുമോൾ. എന്റെ പൊന്നുമോള് രുക്കു, ആ പാട്ട് അങ്ങനെയല്ല പാടണ്ടേ. അമ്മ പാടിത്തരാം. അമ്മയുടെ മടിയിൽ കിടന്നു. തോണി തലപ്പത്തൊരാലു മുളച്ചു, അലിൻ്റെ കൊമ്പത്തൊരുണ്ണി പിറന്നു. ഉണ്ണിക്ക് പാടാനും
അപ്പോട്ടാ അപ്പോട്ടോ അപ്പോട്ടാ ജാനകെടുത്തേ എവരെവിടെ പോയി കിടക്കുക? നേരത്തെ കണ്ടതാണല്ലോ. അപ്പോട്ടാ അയ്യോ നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ജാനകെടുത്തി വേണ്ട, കയറി തൂങ്ങരുത്. അയ്യോ രാമു ബഷീറേ ഒന്ന് ഓടിവാടാ, നോക്കി നിൽക്കാതെ തള്ളി തുറക്കേ. അപ്പോട്ടാ നിങ്ങൾ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? ഞങ്ങളെയും കൂടി ഒന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചൂടെ? ഓ അപ്പോഴേക്കും വാർത്ത അറിഞ്ഞ് പത്രക്കാരും നാട്ടുകാരും ഒക്കെ എത്തിയല്ലോ. ചേട്ടാ ഒന്ന് മാറി ചേട്ടാ, പ്ലീസ് പ്ലീസ് ഒന്ന് മാറൂ, പ്ലീസ് ഒന്ന് മാറി. പറയൂ മഹേഷ്, ക്യാമറ സ്റ്റാർട്ട്. എന്തിനാണ് നിങ്ങൾ സ്വന്തം മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നത്? പറയൂ എന്തിനാണ്? രക്ഷിക്കാൻ. മരിച്ചു മരവിച്ച ശവത്തെ പോലും വെറുതെ വിടാത്ത ഈ സമൂഹത്തിൽ നിന്ന് ബുദ്ധി പോലും ഉറക്കാത്ത എന്റെ കുട്ടിയെ രക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരോ എന്റെ കുട്ടിയെ കൊന്നത്. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുട്ടിയെ ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റിയില്ലേ നിങ്ങള്? ഞങ്ങളുടെ കഷ്ടകാലം നിങ്ങളൊക്കെ ആഘോഷിച്ചില്ലേ? സമൂഹ മനസാക്ഷിയുടെ നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം. മനുഷ്യരിൽ നിന്നും മനസാക്ഷി എങ്ങോ പോയി മറിഞ്ഞിരിക്കുന്നു. മൃഗങ്ങൾ പോലും ചെയ്യാനിറക്കുന്ന മൃഗീയതയുടെ നേർക്കാഴ്ച. പറയൂ എന്താണ് മോളുടെ പേര്? ഓ വാവ്, നൈസ് നെയിം. മോള് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? പാദം പിടിക്കുന്നു എന്റെ വയറ്റില് ഒരു വാവുണ്ട്. വാവ വരുമ്പോ പാദം കുളിപ്പിച്ചും കളിപ്പിച്ചും താണി തലപ്പത്ത് ആലും ഈ താരാട്ടിനുള്ളിലെ കണ്ണുനീരിനെ തുറന്നു കാട്ടുകയാണ് നേർക്കാഴ്ച. ബുദ്ധിമാന്യം സംഭവിച്ച ഈ പെൺകുട്ടി ചില കാബാലികളുടെ കൈകളാൽ കശക്കേറിയപ്പെട്ട കഥ, ഗർഭിണിയായ കഥ. എടാ ഗോപാല, കൊള്ളാലോടെ ചരക്ക് പൊക്കിയാലോ? ബുദ്ധിയില്ലെങ്കിലും നല്ല ഫിഗർ അളിയാ. പൊക്കടാ നല്ല അവിടുത്തെ ഒരു കുറ്റിക്കാട്ടില് നമ്മുടെ രുക്കു. മോളെ മോളെ അയ്യോ മോളെ, അവരെന്റെ ഉതുപ്പൊക്കെ കീറി. അവരോട് മിണ്ടല്ല, എനിക്ക് വേദനിച്ച. എന്റെ പൊന്നുമോളെ, എന്റെ ഈശ്വരന്മാരെ, എന്തിനാ ഈ ക്രൂരത? അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാത്ത ഈ ലോകത്ത് എന്റെ പൊന്നുമോളെ കൊണ്ടുപോയി കൂടായിരുന്നോ? എന്റെ മോളെ ഞാൻ കൊന്നു, കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നു. അവള് ജീവിച്ചിരുന്ന നാളെ അവളൊരു തൊന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കും. അപ്പോഴും നിങ്ങൾക്ക് ആഘോഷിക്കും. സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ കൊന്നു, ഞാൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്റെ മോളെ ഞാൻ കൊന്നു. രുക്കു മോളേടി, രുക്കു രുക്കു, നമ്മുടെ മോളുറങ്ങിക്കൂടി. വാ വാ, തോണി തലപ്പത്തൊരാലും മുളച്ചു. എന്റെ അപ്പോട്ടാ ദേ നോക്കി, നമ്മുടെ മോള് ഉറങ്ങി. അയ്യോ മോളോ, നമ്മുടെ പൊന്നുമോള്, നമ്മുടെ പൊന്നുമോൾ ഉറങ്ങിക്കോടി, നമ്മുടെ പൊന്നുമോൾ ഉറങ്ങിക്കോ. എന്റെ മോള് രക്ഷപ്പെട്ടു.
എന്റെ ജാനകി രക്ഷപ്പെട്ടു. അവളിനി ഒന്നും അറിയില്ല. അവളെ വേറൊരു ലോകത്ത്. അവളിനി ഒന്നും അറിയാൻ പോണില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാ, നിങ്ങൾ ഓരോരുത്തരോടാ. ഹൃദയമില്ലാത്ത ഈ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പെൺമക്കളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊന്നോളൂ, കഴുത്ത് ഞെരിച്ച് കൊന്നോളൂ. ഇല്ലെങ്കിൽ ഈ സമൂഹം അവരെ പിച്ചി ചീന്തും. കൊന്നോളൂ, കഴുത്ത് ഞെരിച്ച് കൊന്നോളൂ. ആ